മനസ്സിലാക്കേണ്ട അടുത്ത പോയത് ഇന്ത്യയുടെ അംബാസഡറാണ് സെർജിയോ ഗോർ. അയാള് ഈ പറയുന്ന സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് ഇവിടുത്തെ സ്പെഷ്യൽ എൻവോയ് കൂടിയാണ്. ഇയാൾ 15 പ്രാവശ്യമാണ് ഇയാൾ ഈ പറയുന്ന മുഹമ്മദ് യൂനിസിനെ കാണാൻ ധാക്കയിൽ പോയിരിക്കുന്നത്. വന്ന ശേഷം 15ഓളം ദിവസം അയാൾ അവിടെ ആയിരുന്നു, അന്ന് ഇയാളെ കൊണ്ടുവരാൻ വേണ്ടി. ഇതാണ് അമേരിക്കൻ ഗെയിം, അമേരിക്കയുടെ താല്പര്യമാണ്. അതിനുവേണ്ടിയാണ് ഈ അയാളെ കൊണ്ടുവന്നതും അയാളെ അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അയാളാണെങ്കിലോ 100% ആന്റി ഇന്ത്യനാണ്. മുജീബ് റഹ്മാനും ഷെയ്ഖ് ഹസീനയും ഒക്കെ പറയുന്നത് ഇന്ത്യയുമായിട്ടും ബന്ധപ്പെട്ട് പോയി ഒരു പ്രോ ഇന്ത്യൻ ആറ്റിറ്റ്യൂഡാണ്. പക്ഷെ അവർ കൂടുതൽ കടന്ന കയ്യിൽ ചിന്തിച്ച് 15 വർഷം അവിടെ അലമ്പാക്കി കഴിഞ്ഞ് അവസാന വർഷങ്ങൾ അലമ്പാക്കിയപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പൊ അവിടെ താരിഖ് റഹ്മാൻ വരുന്നു. അയാളാണെങ്കിൽ പൂർണ്ണമായിട്ടും ഇന്ത്യക്കെതിരെയാണ്. അയാളെ അവിടുത്തെ പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ സ്ഥിതി ഇതിനേക്കാളും മോശമാകും. ആ സമയത്ത് ഇന്ത്യയിലെ റിട്ടയർഡ് ജനറൽ ഇപ്പം പോയി വാർ ചെയ്യണം, അത് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, മോദി ഗവൺമെന്റിനെ കംപ്ലീറ്റ് ആയിട്ട് പ്രഷറിൽ കൊണ്ടിടുവാണ് ഈ സംഭവം. ഇന്ത്യയിലെ മറ്റുള്ള റൈറ്റ് വിങ് ആയിട്ടുള്ള RSSും സംഘപരിവാറും അവരൊക്കെ പറയുന്നത് ഇപ്പൊ പോയി യുദ്ധം ചെയ്യണം, ഇപ്പോഴും യുദ്ധം ചെയ്യണം. ഞാൻ വീണ്ടും ആവർത്തിക്കുക, 71 ബംഗ്ലാദേശ് അല്ല 2025. 1971 പാകിസ്ഥാൻ അല്ല ഇന്നത്തെ പാകിസ്ഥാന്. 1971 ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ. ഇന്ത്യ വളരെയധികം മാറി. എക്കോണമിയിലാണെങ്കിലും ലൈഫ് സ്റ്റൈലിലാണെങ്കിലും പുരോഗതിയിലാണെങ്കിലും എല്ലാത്തിലും മാറി. ആ ഇന്ത്യയുടെ ചുറ്റുമുള്ള രാജ്യങ്ങളെ നിങ്ങൾ നോക്കുക. ഒന്ന് പാകിസ്ഥാനുമായിട്ട് കഴിഞ്ഞു, നേരത്തെ അതിന് മുമ്പ് ചൈനയുമായിട്ട് കഴിഞ്ഞു, അടുത്ത ഇനിയും ബംഗ്ലാദേശുമായിട്ട്. ഈ പറയുന്ന ശത്രുക്കളെല്ലാം കൂടി ഒരുമിച്ചങ്ങ് കൂടും. ഈ ചിക്കൻ നെക്കിന്റെ പ്രാധാന്യം പറയാം. അവിടുന്ന് 135 കിലോമീറ്ററുള്ള ചോബാ വാലി എന്ന് പറയുന്ന ചൈന, അവിടെ ചൈനയുടെ വലിയ ആർമിയും കന്റോൺമെന്റും ഉണ്ട്. അവർക്ക് ഇത് വേണം, ഈ സംഭവം. അവര് അരുണാചൽ പ്രദേശ് പിടിക്കാൻ നടക്കുകയാണ് ചൈന. ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കി ആ സ്പോട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ചൈന അരുണാചൽ പ്രദേശ് പിടിച്ചെടുക്കും. അതിന് നടക്കുക. കാരണം ചിക്കനൊക്കെ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നോർത്ത് ഈസ്റ്റിലോട്ടുള്ള പോക്ക് പോയി, അങ്ങോട്ട് പിന്നെ വാഹനമാർഗം പോകാൻ പറ്റത്തില്ല. അത് പിടിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നത് വലിയ സംഭവമൊന്നുമല്ല.